ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കുന്നത്. പല്ലാസോ പാൻറ് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിന്നൊരു കുഞ്ഞ് ലൈക്ക് തരാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും സമയം കളയണ്ട, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഐഡിയ ആണ് കേട്ടോ. ആദ്യം തന്നെ ഈ താഴെ ഭാഗത്തു നിന്നും ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് അളവിലേക്ക് ഇവിടെ ഈ അറ്റം വരേക്ക് നമുക്ക് തയ്ച്ച് നിർത്തണം. ഈ ഒരു പോയിന്റ് വരേക്ക് നമുക്ക് തയ്ക്കണം. ഈ ഒരു ലെവലിലേക്ക് തയ്ച്ച് നിർത്തണം കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഫുള്ള് 2 ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ തന്നെ അപ്പുറത്തെ ലെഗിൻ്റെ ഇതേപോലെ തന്നെ നല്ല വശം ഉള്ളോട്ട് വരുന്ന രീതിയിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല വശം ഉള്ളോട്ട് ഇങ്ങനെ ഇട്ട് വരുന്ന രീതിയിൽ നമ്മളിത് ചെയ്യാം. ഈ ഒരറ്റത്തുനിന്ന് ഈ ക്രോച്ചസിൻ്റെ ഈ പോയിന്റ് വരേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ 2 ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ തുമ്പുഭാഗം കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മളിതിന് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇടണം. രണ്ട് ലെഗിൻ്റെയും നമ്മളിങ്ങനെ നല്ല വശം പുറത്തേക്ക് കാണുന്ന രീതിയിലേക്ക് വേണം ഇടാനായിട്ട് കേട്ടോ. ഈ ക്രോച്ചസിൻ്റെ ഭാഗം ഒപ്പാക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പം നല്ല വശം വരുന്ന രീതിക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു ലെഗിൻ്റെ, ഇത് രണ്ടാമത്തെ ലെഗിൻ്റെ, അത് അതിൻ്റെ മുകളിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ 1ാമത്തെ ലെയർ ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഓക്കെ, 1ാമത്തെ ലെയർ നമ്മൾ മാറ്റിയിട്ടു. ഇനി നമ്മൾ 2ാമത്തേതും 3ാമത്തേതും കൂടിയിട്ട് എങ്ങനെ പിടിക്കുക? ഓക്കെ, 2ാമത്തേതും 3ാമത്തേതും കൂട്ടി 1ാമത്തെ നമ്മൾ മാറ്റിയിട്ടു, 2ാമത്തേതും 3ാമത്തേതും കൂടി ഇങ്ങനെ പിടിക്കുക. അതിന് ശേഷം എന്താ, ഈ അറ്റത്ത് നിന്ന് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ക്രോച്ചസിൻ്റെ ഇവിടം വരെ വന്ന് നിർത്തിയിട്ട് ഒരു ഭാഗം നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട്, ഇടത്തെ ഭാഗത്തോട്ട് ഒരു ഭാഗം നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട്. എന്തിനാ അങ്ങനെ ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം കട്ടി കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ക്രോച്ചസിൻ്റെ ഈ ഭാഗത്ത് എത്തുമ്പോൾ കേട്ടോ, ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലോട്ടും ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ട് വയ്ക്കുക. എന്നിട്ട് ഈ ബാക്കി നിൽക്കുന്ന ഈ ഭാഗത്ത് തുമ്പുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇതിൻ്റെ അതിന് ശേഷം എന്താ, ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഫുള്ളായിട്ട് ഈ അറ്റം വരേക്കും നമുക്ക് തയ്ച്ചെടുക്കണം. ഇവിടം വരേക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ തയ്ച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം സീറ്റിൻ്റെ ഭാഗത്ത് ക്രോച്ചസിൻ്റെ ഭാഗം തയ്ച്ചെടുക്കുന്നത്. ആദ്യം കാലുമത്തെ ഭാഗം തയ്ച്ചതിന് ശേഷം നമ്മളിത് തുണി നല്ല വശത്തേക്ക് മറിച്ച് തരണം. എന്നാലാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ എളുപ്പമുള്ളൂ. അപ്പോൾ നമുക്ക് ക്രോച്ചസൊക്കെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ 2 പ്രാവശ്യമൊക്കെ അടിക്കാൻ, നമ്മളുടെയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പ്രാവശ്യം വേണമെങ്കിൽ അടിക്കാം കേട്ടോ. മിനിമം 2 പ്രാവശ്യം അടിച്ചിരിക്കണം. പിന്നെ ശേഷം ഇനി മുകളിലേക്ക് നമുക്ക് അലാസ്റ്റിക് വെക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു സൂത്ര പരിപാടിയാണ് പറഞ്ഞിരുന്നത്. ആദ്യം അലാസ്റ്റിക് എടുക്കുക, സെയിം അളവിൽ ഇങ്ങനെ സെയിം ആയിട്ട് എടുക്കുക. എന്നിട്ട് എങ്ങനെയാണെന്നറിയോ, ഇതുപോലെ മുകളിലേക്ക് ഒരേ അളവിലിട്ടാ. ഇപ്പം എന്താ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വശം തെറ്റാൻ പാടില്ല. ചിലർ ഇത് വെക്കുമ്പോൾ ഇങ്ങനെ തിരിയാൻ പാടില്ല. ഇതേ ഒരു ലെവലിൽ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ, മനസ്സിലാവുന്നുണ്ടോ? അതേ റൗണ്ടിൽ തന്നെ അലാസ്റ്റിക് തിരിയരുത് എന്ന് മനസ്സിലാവുന്നു. ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും തിരിയരുത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അലാസ്റ്റിക് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ മുകൾ സിക്സാഗ് പോലെ ഇങ്ങനെ കുറച്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്ക്കേണ്ടത് നമുക്ക് അലാസ്റ്റിക് ഫുൾ റൗണ്ട് ഇങ്ങനെ വെച്ച ശേഷം ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് സൂചിയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് കൂടെ ഒരു ചെറിയ ഹോൾസൊക്കെ ഇട്ട് വെച്ച് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ആണ്. പിന്നീട് സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമുക്ക് സൂചി എടുക്കാനും ഇടയിൽ ഒരു ഹോൾ ഇടാനും പിന്നെ അതിന് ശേഷം അതിന് അലാസ്റ്റിക് ഇട്ട ശേഷം നമുക്ക് ആ ഹോള് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇത് ആദ്യം ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു കാര്യം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാണ്ട് ഒരു പ്രാവശ്യം നിർത്തി ഒരു കാര്യം ചെയ്യാനുണ്ട്. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ ആദ്യം ചെയ്യാം കേട്ടോ. ഇത് കറക്റ്റ്, ഈ സർക്കിൾ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയ ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അടയാളം വെച്ച ശേഷം നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ള അളവിൽ കേട്ടോ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ തേരുവശം അല്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്ന് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് അലാസ്റ്റിക് വെക്കുന്നത്. അലാസ്റ്റിക് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്കിവിടെ ജോയിൻ ചെയ്തില്ലേ, ജോയിൻ ചെയ്ത് ഈ ഭാഗത്ത് ഇങ്ങനെ പുറത്തേക്ക് വയ്ക്കുക. അലാസ്റ്റിക്കിൻ്റെ മുകളിൽ അടിക്കരുത്, അതിൻ്റെ അപ്പുറത്തായിട്ടാണ് അടിക്കേണ്ടത് കേട്ടോ.
അലസ്റ്റിക്കിൻ്റെ മുകളിൽ അടിപ്പ് വീഴാതെ അതിൻ്റെ ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ ലാസ്റ്റ് എത്താറായിട്ടോ, ഇവിടെ വരെ എത്താറായി. അപ്പോൾ നമുക്ക് സൂചി ഒന്നും ഇടാണ്ട് തന്നെ, സൂചി ഒന്നും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാണ്ട് ഒരു സ്പേസ് ഒന്നും ഇടാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇലാസ്റ്റിക് ഒരു പ്രാവശ്യം അങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഒരു സ്ഥലത്ത് വരെ എത്തുമ്പോൾ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത ദൂരം വരെ ടൈറ്റായിട്ട് വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തി ടൈറ്റ് ചെയ്ത ശേഷം ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തിയ ശേഷം ഇലാസ്റ്റിക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കങ്ങനെ ആ ഒരു പണിയൊക്കെ ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് നിങ്ങൾക്ക് തയ്ക്കാവുന്നതാണ് കേട്ടോ. ഒന്നുകൂടി ആവശ്യമാണ്. ഇത് വീതി ഇത്തിരി കുറവുള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ വീതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അവിടെ സെൻറ്ററിൽ കൂടി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 1 ഇഞ്ചിൻ്റെ വീതിയുള്ള ഇലാസ്റ്റിക്കാണെങ്കിൽ അത് സെൻറ്ററിൽ കൂടിയും വലിച്ച് പിടിച്ച് അടിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്.